എം എൻ കാരശ്ശേരി മാഷ് നമുക്കൊപ്പം ചേരുന്നു. കാരശ്ശേരി മാഷെ, നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ് BJP വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തിന് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് വോട്ടെടുപ്പ് ദിവസം CPM-ലെയും ഇടതുപക്ഷത്തെയും മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രതിസന്ധിയിലാക്കി വിഷമഘട്ടത്തിലാക്കിയുള്ള LDF കൺവീനർ EP ജയരാജൻ്റെ തുറന്നു പറച്ചിൽ. ആ ദിവസം എന്തുകൊണ്ട് EP ജയരാജൻ എടുത്തു പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നത് പറയാൻ എന്നതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ചതുപോലെ മറ്റാരുടെയും വീട്ടിൽ ഈ പ്രകാശ് ജാവദേക്കർ പോയില്ലല്ലോ, EP-യുടെ വീട്ടിൽ മാത്രം പോയത് അതൊരു രാഷ്ട്രീയ ബാന്ധവത്തിനാണ് എന്നത് വ്യക്തമല്ലേ എന്നാണ്. എന്തായാലും സംഘടനാ രീതി അനുസരിച്ച് അന്വേഷണം വന്നു. അത് പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ ചർച്ച ചെയ്തു. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ കൂടിയപ്പോൾ ആ തീരുമാനമെടുക്കുന്നു. അത് EP ജയരാജനെ അറിയിക്കുന്നു. EP ജയരാജൻ വീട്ടിലേക്ക് മടങ്ങുന്നു. ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ പോലും അദ്ദേഹം ഹാജരാകുന്നില്ല. എന്താണ് എം എൻ കാരശ്ശേരി മാഷേ, ഇത് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് BJP വിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിന് ഇത്തരം പ്രസ്താവന നടത്തുന്ന ഒരാളെ കൺവീനറായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണോ? എന്താണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഡോക്ടർ അരുൺ, ഇത് വളരെ വൈകിയില്ലേ? അതെ, സാധാരണഗതിയിൽ BJP-യുടെ സമുന്നതനായ നേതാവുമായി LDF-ന്റെ കൺവീനർ ശ്രീ EP ജയരാജൻ ഒരു രഹസ്യ സംഭാഷണം നടത്തി എന്നുള്ള വാർത്ത പുറത്തു വന്നതിന്റെ പിറ്റേന്ന് അദ്ദേഹം രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം. അപ്പോ അങ്ങനെ അത് രണ്ടും ഉണ്ടായില്ല എന്നതിന്റെ ഒരർത്ഥം പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് ആ രഹസ്യ സംഭാഷണം നടന്നതെന്നാണ്. അത് വലിയ പരിക്ക് LDF-ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെന്നാണ് എന്റെ നിരീക്ഷണം. കാരണം BJP-യുമായി CPM-ന് ഏതോ രഹസ്യ ബന്ധങ്ങളുണ്ട്. ഉദാഹരണം ലാവലിംഗ് കേസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരു സംശയം ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗത്തിലെ ഒരു സമൂഹവും LDF-ന് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് എന്റെ കണക്കുകൂട്ടല്. കാരണം അത്ര വലിയ അടിയാണ് LDF-ന് കിട്ടിയത്. അതിൽ വലിയൊരു പങ്ക് EP ജയരാജന്റെ സംഭാഷണത്തിനും, പ്രത്യേകിച്ച് ആ വാർത്ത പുറത്തു വന്ന സമയം അത് വളരെ കൃത്യമാണ്. അത് കണക്കുകൂട്ടി ആരോ അടിച്ച മാതിരിയുണ്ട്. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല, നമ്മളിപ്പോ ഊഹം പറയാണ്. അപ്പോ അദ്ദേഹം പുറത്തു പോയതല്ല, പുറത്താക്കിയതാണെന്നാണ് എന്റെ കണക്ക്. പുറത്തു പോവാനാണെങ്കിൽ അന്ന് പുറത്തു പോകണം. ഇപ്പോ ഉള്ളത് പുറത്താക്കിയതാണ്. അത് കൃത്യമായിട്ടും മുസ്ലിം അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം എന്നാണ് അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു കാരശ്ശേരി മാഷേ. വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണമാണ്. പ്രതിപക്ഷ നേതാവും അല്പസമയം മുമ്പ് സമാനമായൊരു നിരീക്ഷണമാണ് വെച്ചത്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വാർത്ത പുറത്തു വരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടിയാണോ പോയിരിക്കുന്നത് എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്.